സുവിശേഷത്തിന്റെ സത്യം. എന്താ സുവിശേഷം? ഒരു കാര്യം പെട്ടെന്ന് പറയാം. എന്തുവാണ് സുവിശേഷം? ആളെ കൂട്ടുകോ, ബഹളം ഉണ്ടാക്കോ, റോഡ് ബ്ലോക്ക് ചെയ്യോ, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകോ, വണ്ടിയെല്ലാം വേറെ വഴി കൂടെ തിരിച്ചുവിടുന്ന അതൊന്നുമല്ല സുവിശേഷം. വടിവാള് ചുടത്തി ആൾക്കാരെ മതത്തിൽ ചേർക്കുക, അതൊന്നുമല്ല സുവിശേഷം. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആൾക്കാരെ മതത്തിൽ, അതല്ല സുവിശേഷം. ഭീഷണിയല്ല സുവിശേഷം. ആളെ കൂട്ടുകയല്ല, തത്വസംഹിതകളെ നിരത്തി വെക്കുകയല്ല, വാധോരണിയാൽ ആൾക്കാരെ ആകർഷിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, നമുക്കറിയാം, നസറയനാകുന്ന യേശു ക്രിസ്തു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം നമുക്ക് മനപാഠമാണ്. അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, മതം മാറ്റമല്ല, മനം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയല്ല, മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ച നസറയനാകുന്ന യേശു ക്രിസ്തു. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ പഠിക്കുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് സുവിശേഷം സകല മനുഷ്യരും രക്ഷപ്പെടാനാ. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഓർത്തോണം, സുബോധം ഉണ്ടായിരിക്കണം. സുബോധത്തോടെ അങ്ങനെ സുബോധം അങ്ങനെ ജെയിംസ് മാസ്റ്റർ സുബോധം എന്നൊരു മതമുണ്ട്. ഉണ്ട്. അതിന് അങ്ങനെ സുബോധം ഒന്നിനും സുബോധമില്ല. സുബോധം ഒരെണ്ണത്തിനും ഇല്ല. സഭയോടാ ഇത് പറയുന്നത്. ഒന്നിനും സുബോധമില്ലെന്ന്. ആർക്കൊക്കെയാ സുബോധമില്ലാത്ത? ഒന്ന് വായിച്ചു, ഇടയ്ക്ക് കയറി പറയാം. 2-ന്റെ 1 വായിര്. തീത്തോസ് 2-ന്റെ 1. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവവും. അപ്പം വൃദ്ധന്മാർക്ക് സുബോധമില്ല. ഒറ്റ വാക്കി പറഞ്ഞ അപ്പന് സുബോധം. 60 കഴിഞ്ഞാൽ എല്ലാവരും അല്ല, 60 കഴിഞ്ഞാൽ ചിലതിന് സുബോധം ഇല്ല. പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാടും. ചുരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിർത്തത്തുമില്ല. സുബോധമില്ലെന്ന് ചിലതിന്, എല്ലാവരുടെയും കാര്യമല്ല. ഞാൻ വളരെ ബഹുമാനിക്കുന്ന